വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ 2 ദിവസം ലാസ് വേഗസിൽ അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അതിനു മുന്നേ ഒന്ന് വയറ് നിറച്ചിട്ട് പോവാ വിചാരിച്ചു. ഇവിടെ ബെസ്റ്റ് ഫുഡുകൾ കിട്ടും കേട്ടോ. പക്ഷെ അത് കിട്ടാൻ നല്ല പണിയാണ്, കാരണം കുറെ ക്യൂ നിൽക്കണം നമ്മള്. സോ അങ്ങനെ ഞങ്ങൾ ടേക്ക് ഔട്ട് ചെയ്തു നമ്മുടെ ഹോട്ടലിലേക്ക്. സോ ഞാനിവിടെ പാൻ കേക്ക്സ് ഒക്കെ അങ്ങനെ അടിച്ച് മിന്നാൻ പോവാണ് റെഡി ആയിട്ട്. സോ ലാസ് വേഗസിൽ ഇതൊക്കെയാണ് എന്താ പറയാ, നല്ല ഫുഡ്, നല്ല അടിച്ചുപൊളി, നല്ല ഡ്രിങ്ക്സ് വേണമെങ്കിൽ ഡ്രിങ്ക്സ്, ആൻഡ് പൈസ കളയണമെങ്കിൽ പൈസ കളയാം. ഗാംബ്ലിംഗ്. സോ ഇതല്ലാതെ വേറൊരു സംഭവം എന്താ ഇവിടെ ഉള്ള വെച്ചാൽ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റും. നമ്മൾ ഇപ്രാവശ്യം പോണില്ല, നമ്മൾ പക്ഷെ 2 കൊല്ലം മുന്നേ ഇവിടെ വന്നപ്പോ ഷൂട്ടിങ് ചെയ്തു അല്ലേ. അപ്പൊ 2018 ഞങ്ങൾ ആദ്യമായിട്ട് വേഗസിലേക്ക് വരുന്നത്. അപ്പോൾ സന്ദീപിന് നല്ല ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് മെഷീൻ ഗൺസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്, കാരണം ഇവിടെ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മെഷീൻ ഗൺസ് വേഗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയത്. സോ ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ. പഴയ ഞാൻ. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഗൺസ് ആണ് ഇവിടെ ട്രൈ ചെയ്യാൻ തരിക. ആൻഡ് ഒരാൾ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ, കാരണം ഇത് അമേരിക്ക ആണല്ലോ, പറയാൻ പറ്റില്ല ഇതാരുടെ നെഞ്ചെത്തിക്കാണ് അടിച്ചു മിന്നാന്ന്. അപ്പോൾ ഈ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരും എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ. ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോണത് റൈഫിൾ ഗണ്ണാണ്. അങ്ങ് ദൂരെ എയിം ചെയ്യാനുള്ള ചാർട്ടും ഉണ്ടാവും. അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് തരും കേട്ടോ. അത് കണ്ടാൽ അറിയാം നമ്മൾ എത്ര നന്നായി എയിം ചെയ്തു എന്ന്. Now we're going to set it up using Medallion 2 12-gauge shotgun, right? It's about $2,000 shotgun. അതൊരു 2-3 റൗണ്ട്സ് കഴിഞ്ഞ് ഷോർട്ട് ഗൺ തരും. എല്ലാ ഗണ്ണിനെ പറ്റി ഒരു ക്ലാസ് ഉണ്ടാവും, എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ സംഭവം എന്താണെന്നൊക്കെ. പക്ഷെ എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ട് കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. അടുത്തതാണ് നമ്മുടെ മെയിൻ സംഭവം, മെഷീൻ ഗൺ. അപ്പോൾ 2 ഗൺസ് യൂസ് ചെയ്ത് ടാർഗറ്റ് ആയിരുന്ന ചാർട്ട് ഏതാണ്ട് കീറിപ്പോയിട്ടുണ്ട്. പുതിയൊരു ടാർഗറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആള്. ഫസ്റ്റ് സാധാ ഒരു ചാർട്ട് എടുക്കാൻ പോയതാ, പിന്നെയാണ് ബില്ലാദന്റെ ഫോട്ടോ തലകീഴായിട്ട് തൂക്കിയിട്ടത് കണ്ടത്. പിന്നെ ആളൊന്നും നോക്കിയില്ല, അതും പിടിച്ച് മെഷീൻ ഗൺസിന്റെ അടുത്തേക്ക് വന്നു. കൂടെയുള്ള ആൾക്കും അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഗുഡ് ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് പരിപാടിക്ക് കടന്നു. ബിലാലിന്റെ തലേക്ക് നോക്കിയിട്ട് തന്നെ എയിം ചെയ്യാൻ പറഞ്ഞ് ആള് സന്ദീപിന്റെ കയ്യിൽ മെഷീൻ ഗൺ ഏൽപ്പിച്ചു. This red circle to the center of that guy's chest. Once you hold down the trigger, do not let go. We're going to go for an oh crap moment, okay? You ready? Finger off that trigger. Put this hand like right there. Cheek on the stock. You see that red circle in the dot? Center of the chest. You ready? Set! ഓ, മുഖത്തുള്ള ആ സന്തോഷം കണ്ടോ, ശരിക്കും വെടിവെച്ച ഒരു ഭാവമാണത്. ലാസ് വേഗസ് സൈഡ് നല്ല ഫേമസ് ആണ് കേട്ടോ. പിന്നിൽ കാണാനില്ലേ തിരക്ക്, അവരൊക്കെ ഈ സൈഡിൽ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. സോ ലാസ് വേഗസ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഫോട്ടോ മസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മളെന്തായാലും അതൊന്ന് എടുത്തു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തതൊരു 7 മാജിക് മൗണ്ടൻ ആണ്. 7 മാജിക് മൗണ്ടൻ പറഞ്ഞ ഒരു മാജിക്കൽ ആയിട്ടൊരു ഡെസേർട്ടിന്റെ നടുവിലുള്ള ഒരു മാജിക് ആണ്. ഓക്കെ, സോ നമ്മളെന്തായാലും പോവാം. മൊഹാവെ മരുഭൂമിയുടെ നടുവിലാണ് ഈ പറഞ്ഞ മാജിക് ഉള്ളത്. ഈ 7 പാറക്കൽ കൂട്ടത്തിനെ 7 മാജിക് മൗണ്ടൻസ് എന്നാണ് പറയുന്നത്. ഇന്റർനാഷണലി ഫേമസ് സ്വിസ് ആർട്ടിസ്റ്റായ ഉഗോ റോണ്ടിനോണാണ് ഇത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. നല്ല കളർഫുള്ളായ റോക്സിൻ്റെ 7 ടവേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ മൊഹാവെ മരുഭൂമിയിലെ ഹ്യൂമൻ പ്രസൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ലൈഫ് കളർഫുൾ ആണെന്നുള്ള ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനാണ് 7 മാജിക് മൗണ്ടൻസ്. ഇതാദ്യം നെവേഡ മ്യൂസിയം ഓഫ് ആർട്ടിലാണ് ഡിസ്പ്ലേ ചെയ്തത്. ലേറ്റർ പബ്ലിക്കിന് 2016 2 ഇയേഴ്സിന് വേണ്ടിയിട്ട് ഈ ഡെസേർട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു. ബട്ട് അതിൻ്റെ പോപ്പുലാരിറ്റി കാരണം ഇപ്പോഴും അത് ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ലാസ് വേഗസ് എന്ന് വെറും 10 മൈൽ ദൂരെ കിടക്കുന്ന ഈ ആർട്ട് ഇവിടുത്തെ ഒരു പോപ്പുലർ അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നെവാഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു. ഇപ്പൊ നമ്മള് ബാക്ക് ടു കാലിഫോർണിയയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ യോസെമിറ്റെ നാഷണൽ പാർക്ക് കാലിഫോർണിയയിലുള്ളതാണ്. നാഷണൽ പാർക്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നാഷണൽ പാർക്കാണ് യോസെമിറ്റെ നാഷണൽ പാർക്ക്. അതും ഈ സ്നോ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ ഡബിൾ ഫീലാണ്.
നമുക്ക് ഇനിയും 370 മൈൽസ് ഓടിച്ചു പോകാനുണ്ട്. അതായത് ഒരു 6.5 മണിക്കൂറുണ്ട് കേട്ടോ. ഇനി ഫുള്ള് പ്ലെയിൻ ലാൻഡാണ്, കാണാനായിട്ട് വലിയ കാഴ്ചകളൊന്നും ഇല്ല. ഇനി നമ്മൾ യോസെമിറ്റയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, സോ ഒരു 1.5 കർവി റോഡൊക്കെ ഓടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ യോസെമിറ്റി നാഷണൽ പാർക്കിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യൂ ഇല്ലാത്ത ഒരു യോസെമിറ്റി വ്യൂ ലോഡ്ജിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. കൂടുതൽ കാണിക്കാനായിട്ടൊന്നുമില്ല, റാൻഡം റൂമാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യോസെമിറ്റി നാഷണൽ പാർക്കിന്റെ തകർപ്പൻ വീഡിയോസ് ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.